മോട്ടോർ വാഹന വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെയും മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരുടെയും പ്രൊമോഷൻ റേഷ്യോ അട്ടിമറിക്കപ്പെട്ടതിനെതിരെ ജീവനക്കാർ അധിക ജോലി ചെയ്ത് പ്രതിഷേധിച്ചു. 5 മണിക്ക് ശേഷം 3 മണിക്കൂർ അധികം ജോലി ചെയ്തുകൊണ്ടാണ് എല്ലാ RT ഓഫീസ്, സബ് RT ഓഫീസുകളിൽ നിശബ്ദ സമരം നടത്തിയത്. 1981 സ്പെഷ്യൽ റൂൾ അമെൻഡ്മെന്റ് പ്രകാരം 2:1 എന്ന റേഷ്യോയിലാണ് സാങ്കേതിക വിഭാഗവും മിനിസ്റ്റീരിയൽ വിഭാഗവും തമ്മിലുള്ള ജോയിന്റ് RTO തസ്തികകളിലേക്കുള്ള പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാങ്കേതിക വിഭാഗത്തിൽ നിന്നും 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോയിന്റ് RTO തസ്തികയിലേക്ക് പ്രൊമോഷൻ ആകുമ്പോൾ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ നിന്നും ഒരു സീനിയർ സൂപ്രണ്ട് ഇതേ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകുകയാണ് നാൾ ഇതുവരെ നിലനിന്നിരുന്നത്. ഇത്തരത്തിൽ ഉണ്ടായിരുന്ന 2:1 എന്ന റേഷ്യോ ആണ് 8:1 എന്ന അനുപാതത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവായിട്ടുള്ളത്. അതിനെതിരെയാണ് നിശബ്ദമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. 2022 ജോയിന്റ് RTO തസ്തികകളിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങുകയുണ്ടായി. ആയതിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥരും പ്രസ്തുത യോഗ്യത കൈവരിക്കുന്നതിനിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ സാങ്കേതിക വിഭാഗം ജീവനക്കാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങുന്നതിനു മുമ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ച് അംഗീകാരം നേടേണ്ടതായിട്ടുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെയാണ് സാങ്കേതിക വിഭാഗത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. നിലവിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ക്ലർക്ക് ആയി തന്നെ റിട്ടയർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ PSC മുഖേന പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭ്യമാകുന്ന അവസരം ഇല്ലാതായിരിക്കുകയാണ്. മാത്രമല്ല, വാഹനങ്ങളുടെ അധിക ബാഹുല്യം കൊണ്ട് അമിത ജോലിഭാരമുള്ള ഈ വകുപ്പിൽ കാലാനുസൃതമായി സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആയതിനു അനുപാതികമായി ക്ലറിക്കൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല. പ്രസ്തുത സാഹചര്യം ഒഴിവാക്കി 2:1 എന്ന അനുപാതം നിലനിർത്തിക്കിട്ടുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു വേറിട്ട സമരരീതി സ്വീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ പ്രതിഷേധിച്ചത്. മോട്ടോർ വാഹന വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെയും മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരുടെയും ജോയിന്റ് RTO പ്രൊമോഷനിലേക്കുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 എന്ന പ്രൊപ്പോഷനിലാണ് നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. 1981 സ്പെഷ്യൽ റൂൾ അമെൻമെൻറ്റ് പ്രകാരം 2:1 എന്ന പ്രൊപ്പോഷനിലാണ് നാളിതുവരെയായിട്ടും നടത്തിക്കൊണ്ടിരുന്നത്. അതായത് റിട്ടയർ ആവുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർ ഈ പോസ്റ്റിലേക്ക് ആയിട്ടുകൊണ്ടിരുന്നത്. അത് 2:1 എന്ന പ്രൊപ്പോഷനിലാണ് നാളിതുവരെ നടന്നുകൊണ്ടിരുന്നത്. അതാണ് ദുരൂഹ സാഹചര്യത്തിൽ 8:1 എന്നുള്ള പ്രൊപ്പോഷനിലേക്ക് ഇപ്പം മാറ്റിക്കൊണ്ടുള്ള ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഓഫീസിൻ്റെ സമയം 10 to 5 ആണെങ്കിൽ പോലും അതിലധികം സമയം എടുത്ത് വീട്ടിൽ ഇരുന്നാണെങ്കിലും 11 മണി വരെയും ജോലി ചെയ്താണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ ജോലി ഭാരം കുറയുന്നില്ല. അതിൽ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടാതെ ഈ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.